ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ABC-യുടെ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ച പോലെ ABC-യിൽ വന്നിരുന്ന ഒരു സംഗതിയാണ് ഇന്ന്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന സംഗതിയിൽ അതിനെ സംബന്ധിക്കുന്ന ഒരു വിഷയം ഇന്ന് ABC-യിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു. നിങ്ങളും കേട്ട് കാണും എന്ന് വിദ്യാസാഗർ നമസ്തേ, നിങ്ങളും കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിൽ കേൾക്കാത്തവർക്ക് വേണ്ടി, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അപ്പോ ഈ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെയാണ്. അപ്പൊ ഞാനത് ഇന്നാണ് അറിയുന്നത് സത്യമായിട്ടും. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പല അറിവുകളും നമുക്ക് എല്ലാവർക്കും ചില കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ഒരു അറിവും ഇല്ല, അല്ല ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതില് അറിയാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് അറിഞ്ഞതാണ്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൂർണ്ണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്, കേരള സർക്കാരിനല്ല. അപ്പോ അതിനകത്ത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡി, അതിനൊരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികള് പ്രാതിനിധ്യമുണ്ട്. ഈ പറയുന്ന ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയിൽ ഈ പറയുന്ന രണ്ട് പാർട്ടിക്കാർക്കും, അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേ പ്രാതിനിധ്യമുള്ള സംഗതികളാണ് അതിന്റെ ബോഡി അംഗങ്ങൾ. അപ്പോ ഇവിടെ നമ്മുടെ കേരളത്തില് അതിന്റെ എന്താ പറയാ, ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രതിപക്ഷത്തിന് ഒരു അംഗമാവാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണപക്ഷത്തിനും ഒരംഗം, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അധികാര ചുമതലകൾ അങ്ങനെയാണ് പോവാറ്. അപ്പോ അതില് ഇതേവരേക്കും ഉണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയാ, ശശി തരൂർ അവിടുത്തെ MP ആണല്ലോ, പ്രത്യേകിച്ചും ട്രിവാൻഡ്രംകാരുടെ MP ആണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന് അതില് ഓൾറെഡി ചുമതലയുണ്ട്. അപ്പോ പിന്നെ അതില് നിലവിൽ ചുമതലയുള്ള ഒരാളെന്ന് പറയുന്നത് ഉമേഷ് ജി യാദവ് എന്ന് പറയുന്ന BJP-യുടെ മറ്റൊരു MP ആയിരുന്നു. ഈ നമ്മുടെ കേരളത്തിലെ ശ്രീചിത്രയില് പിന്നെ ആ ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരാള് നമ്മുടെ BJP-യുടെ ഉമേഷ് ജി യാദവ് എന്ന് പറയുന്ന BJP-യുടെ MP ആയിരുന്നു ആ മെമ്പർ. അപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പോ ഈ പറയുന്ന ബോഡിയുടെ കാലാവധി കഴിഞ്ഞു. അപ്പൊ കാലാവധി കഴിയുമ്പോ സ്വാഭാവികമായിട്ടും പുതിയ മെമ്പറുകളെ തിരഞ്ഞെടുക്കും, പുതിയ മെമ്പർഷിപ്പ് വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ മെമ്പർഷിപ്പ് അത് തെരഞ്ഞെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുക്കണം. ഒരു കോള് വരുന്നതാണ്. കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുത്താൽ, പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് ഒരു സീറ്റ് കൊടുത്താൽ നമ്മുടെ ഭരണപക്ഷത്തിനും അതിനകത്ത് അർഹതയുള്ളതാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് നമ്മളുടെ ചീഫ് വിപ്പായ കൊടിക്കുന്നിൽ സുരേഷിനെ വിട്ടിട്ട് ഈ പറയുന്ന കോൺഗ്രസ് നമ്മുടെ BJP കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക്, അതായത് ഇപ്പൊ ഈ പറയുന്ന ഗുജറാത്തിലും ഇങ്ങനൊരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതായത് ശ്രീചിത്ര പോലെ തന്നെ ഗുജറാത്തില് ഒരെണ്ണം പ്രവർത്തിക്കുന്നു, ആയുർവേദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഗുജറാത്തില്. അപ്പൊ അവിടെയും ഈ പറയുന്ന അംഗങ്ങൾ പോലെ തന്നെ അവിടെയും ഉള്ളതില് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനോട് പറയാണ്, ഞങ്ങൾക്ക് ഗുജറാത്തിലെ ആ ബോഡി അംഗങ്ങളുടെ അതിലെ അംഗത്വം വേണ്ട, പകരം അതിന്റെ കൂടി പകരം നമുക്ക് ഇവിടെ കേരളത്തിൽ തന്നാൽ മതി എന്ന് പറയാണ്. അപ്പൊ ആ അംഗത്വം കൂടിയിട്ട്, അപ്പൊ ഇവിടെ നിലവില് ഒരംഗം കിട്ടുമ്പോ അവിടത്തെയും കൂടെ വേണ്ടാന്ന് വെക്കുമ്പോ ഒരെണ്ണം കൂടെ കൊടുക്കണം ഇവിടെ. അപ്പൊ 2 സീറ്റായി. സീറ്റ് മീൻസ് 2 അംഗത്വമായി. അപ്പൊ ആ അംഗത്വം ഇവര് ചോദിച്ചു വാങ്ങുന്നത്, കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു വാങ്ങുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ വിട്ടിട്ടാണ്. അപ്പൊ അദ്ദേഹം പോയിട്ട് സംസാരിച്ചു. കോൺഗ്രസ്സുകാർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ ഒരു വച്ചുമാറല്, അതായത് അവിടെ തരുന്നതിന് പകരം ഞങ്ങൾക്ക് ഇവിടെ തന്നാ മതി എന്ന് പറയുന്ന ഒരു വച്ചുമാറല്. ആ വച്ചുമാറലിൽ നിന്നിട്ട് കോൺഗ്രസ് ഈ കേന്ദ്ര സർക്കാരിന്റെ അടുത്തുനിന്ന് അത് പ്രത്യേകമായിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു അംഗത്വം അത് മേടിച്ചിട്ട് അവിടുത്തെ അംഗത്വം കോൺഗ്രസ് എന്ത് ചെയ്തു, ആ സംഗതി ലീഗിന് മറിച്ചു കൊടുത്തു. ലീഗിന്, അതായത് ET മുഹമ്മദ് ബഷീർ എന്നെന്തോ, ഞാനിവിടെ എന്റെ പേര് എഴുതി വെച്ചിരുന്നു. അത് അവര് ഇത്തവണ ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഈ ബോർഡില് അദ്ദേഹത്തെ ഒരു അംഗമായിട്ട് ചേർത്തു കോൺഗ്രസ്സുകാര്. അപ്പൊ കോൺഗ്രസ് സീറ്റ് മേടിച്ചത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞിട്ടാണ്. BJP-കാരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന സീറ്റ് ഗുജറാത്തിലത്തെയും കൂടെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റും കൂടെ അധികമായിട്ട് ചോദിച്ചു മേടിച്ചിട്ട് ആ സീറ്റും കൂടെ ഇവിടെ കേരളത്തിൽ മേടിച്ചിട്ട് ആ സീറ്റില് ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ലീഗിന്റെ ആൾക്കാണ് ഈ സംഗതി മറിച്ചു കൊടുത്തത്.
അപ്പോ ഈ സംഗതിക്ക് അവര് എന്താ പറയാ, ഇതിനൊരു എക്സ്ക്യൂസ് പറഞ്ഞ എന്താ വെച്ചാല്, ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഒത്തിരി ക്യാൻസർ പേഷ്യന്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കുറേം കൂടെ ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ സീറ്റ് ചോദിച്ചു മേടിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ ശശി തരൂരിനോട് പറഞ്ഞപ്പോ ശശി തരൂർ പറഞ്ഞു എന്റെ സീറ്റ് ഒഴിവാക്കാൻ പറ്റില്ല, അത് ശരിയാവില്ല, ബാക്കി നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ശശി തരൂർ അതിന് അഡ്ജസ്റ്റ് ചെയ്യാണ്ടായപ്പോഴാണ്, അതും അദ്ദേഹം ട്രിവാൻഡ്രത്തെ MP ആണ്, അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു വച്ചുമാറലിന് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവര് ഗുജറാത്തിൽ നിന്ന് ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചിട്ട് അവിടെ ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ തന്നാമതി എന്ന് മേടിച്ചിട്ട് ഇവര് ഇവിടെ കൊടുക്കുന്നത്. ഗുജറാത്തിലായാലും ശരി കേരളത്തിലായാലും ശരി പിച്ച വെച്ച് വരുന്ന, കേരളത്തിൽ എന്ന് പറഞ്ഞാൽ BJP പ്രവർത്തകർ നമ്മൾ പിച്ച വെച്ച് വരുന്ന, നമ്മൾ ഒരു സംഗതിയിലേക്ക് നടന്നെടുക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്കിവിടെ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന, ഇനി ഇവിടുന്ന് അങ്ങോട്ട് BJP ശരിക്കും കുതിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എവിടെ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് അധികാരങ്ങൾ കിട്ടിയാലും അത് നമ്മൾക്ക് പാർട്ടിയെ എപ്പോഴും പുഷ്ടിപ്പെടുത്താനായിട്ട് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ഒരവസ്ഥയാണത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വച്ചുമാറൽ നടന്നത്. അപ്പൊ അത് ഗുജറാത്തിൽ നിന്നിട്ട് ആ ഒരു സീറ്റ് ഇവിടെ മേടിച്ചിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ലീഗിന്റെ പ്രവർത്തകന് അത് കൊടുക്കേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഒന്നുകിൽ ഈ ലീഗ് പ്രവർത്തകർ അതിന് പറഞ്ഞ എക്സ്ക്യൂസ്, ഇതാണ് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ സൗകര്യം ഈ സൗകര്യം. ഞാൻ ചോദിക്കുന്ന, എല്ലാ ജില്ലയിലും ഉണ്ടല്ലോ ക്യാൻസർ പേഷ്യന്റ് ആയാലും ആരാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ ഈ ഒരു വച്ചുമാറല് ലീഗ് വില പേശിയിട്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട്, അത് ലീഗല്ല സോറി കോൺഗ്രസ് അത് അവർക്ക് വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് കോൺഗ്രസ് അത് എന്തിനാണ് മറിച്ച് ലീഗിന് കൊടുത്തത്? അതൊരു ചോദ്യമാണ്. ഈ ലോകത്തിലുള്ള RSSകാരും BJPക്കാരും അല്ലെങ്കിൽ BJPക്കാര് ഷൂനക്കികളാണ്, RSSകാര് ഷൂനക്കികളാണ്, ഇവരെ അടുപ്പിക്കാൻ കൊള്ളില്ല, വർഗീയവാദികളാണ് എന്ന് നിരന്തരം കുറ്റപ്പെടുത്തി കൊണ്ട് നടക്കുമ്പോൾ നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പട്ടിയുടെ മൊത്ത് പൂച്ച പിടിച്ചിട്ട പോലെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നടക്കേണ്ടി വന്നപ്പോ ലീഗ് എന്തിനാണ് ഇങ്ങനൊരു വച്ചുമാറ്റം നടത്തിയത്? BJPക്കാരുടെ ഷൂ നക്കിയിട്ട് മേടിച്ച ഒരു സീറ്റാണല്ലോ ഇപ്പോ. BJPക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ഷൂ നക്കിയിട്ട് മേടിച്ച സീറ്റ് തന്നെയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് ഇത് ചെയ്തത്. അപ്പൊ മുസ്ലിം ലീഗ് അത് മറിച്ച് എടുക്കാനായിട്ട് കാണിച്ച ഒരു ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ത്? അവർക്കാണ് അവിടെ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ്. എല്ലാ ജില്ലകളിലും രോഗികളൊക്കെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചൊരു ക്യാൻസർ രോഗമൊന്നും വന്നിട്ടില്ല. അവിടെ ഒരു ക്യാൻസർ രോഗം ആകെ കൂടിയിട്ട് മലപ്പുറം ജില്ലയിലുള്ള ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന പ്രത്യേക മതക്കാരുടെ തലച്ചോറിനകത്ത് ബാധിച്ച ക്യാൻസർ മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാറ്റിയാൽ മാറില്ല. അതൊരു കിതാബ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു രോഗമാണ്, പ്രത്യേക രോഗമാണ്. അത് മലപ്പുറം ജില്ലയിലുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊഴിച്ചാൽ ബാക്കിയുള്ള സംഗതിക്ക് ഇങ്ങനെയുള്ള എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഈ കോൺഗ്രസ്സുകാര് അവർക്കാണത് സീറ്റ് എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ഒന്നുകിൽ ഇത് BJP ഒരു വച്ചുമാറൽ പ്രക്രിയ നടത്തിയതാണ്, അല്ലെങ്കിൽ ഇവര് ചേടത്തിയെ കാണിച്ചിട്ട് അനിയത്തിയെ കെട്ടിച്ചതാണ്. ഇതാണ് ഇവിടെ നടന്നത്. ഈ കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞിട്ട്, ഒന്നുകിൽ അവർ കള്ളത്തരം പറഞ്ഞതാണോ അതോ എന്താണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നടന്നതെന്നുള്ളത് നമുക്കറിയില്ല, എനിക്കറിയില്ല. പക്ഷെ എന്ത് നടന്നതായാലും ശരി, എനിക്കിത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് വിയേർഡായിട്ട് ഫീൽ ചെയ്തു. ഇത് വേണ്ടായിരുന്നു. കാരണം എല്ലാ തരങ്ങളെ കൊണ്ടും പാർട്ടി ഒരു തരത്തിലും പച്ച പിടിച്ചു വരുന്നൊരു സമയത്ത് അങ്ങനൊരു അധികാര പരിധിയിൽ ആ ശ്രീചിത്രയില് ഒരു അധികാര സ്ഥാനത്ത് ആ ബോഡിയിൽ ഒരു അംഗമായിട്ട് BJPക്കാരൻ ഇരുന്നാൽ എന്താ കുഴപ്പം? BJPക്കാരൻ എന്താ കക്കിയോ? അപ്പൊ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതായത് കേരളം പോലുള്ള ഒരു സ്ഥലത്ത്, അതായത് കൂടുതൽ മുന്നോട്ട് ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് ആകർഷിച്ചു വരുന്നതും നമ്മളും ഈ എല്ലാ കാരണങ്ങളും നമുക്ക് നിരത്തിക്കൊണ്ട് നോക്കുമ്പോൾ ഏത് മേഖലയിലും നമുക്ക് അധികാരങ്ങൾ ഉണ്ടായാലും അത് നമുക്ക് ഒരിക്കലും ഒരു കുറവല്ല, അത് എപ്പോഴും നമുക്കൊരു ഗുണം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഒരു പച്ച പിടിച്ചു വരുന്ന സമയത്ത്, ജീവൻ വെച്ച് വരുന്ന സമയത്ത് കടയ്ക്ക് കത്തി വയ്ക്കുന്ന പരിപാടികൾ എന്തിനാ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് ഇവിടുത്തെ BJPക്കാർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർ മറുപടി പറയണം. അല്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ചതിയാണ് ചെയ്തത്. ഒന്നുകിൽ കേരളത്തിലത്തെ BJPക്കാരോട് ചെയ്ത ചതിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര് കേന്ദ്രത്തിനോട് പറ്റിച്ചിട്ട് അവര് ചതി ചെയ്തതാണ്. എന്താണെങ്കിലും ശരി, ഈ വർഗീയവാദികളാണ്, ഷൂനക്കികളാണ് BJPക്കാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗ് ചെയ്തതാണ് ഏറ്റവും വലിയ ഷൂനക്കിത്തരം. BJPക്കാരന്റെ ഷൂ നക്കിയിട്ട് വാങ്ങിയതാണ് ഈ സംഗതിയുള്ള ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ BJPക്കാരന്റെ ഷൂ നക്കാനായിട്ട് അവർക്ക് എന്തുകൊണ്ടാണ് നാണക്കേട് വരാതിരുന്നത്? അവര് ഏത് വഴിക്ക് പോയാലും, ഇതിൽ പറയുന്നത് നമുക്ക് മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ്. ഈ കളിയാണ് മുസ്ലിം ലീഗ് കളിച്ചത്. മുസ്ലിം ലീഗിന് വർഗീയവാദികളെന്നോ RSSകാരെന്നോ BJPക്കാരെന്നോ ഭേദമില്ലാണ്ട് അവര് കയറേണ്ട സ്ഥാനത്ത് കറക്റ്റ് സമയത്ത് കയറി പറ്റുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്.
അതെന്തുകൊണ്ടാണ് ബി ജെ പി പിന്നെ പാർട്ടിക്കാർക്ക് അത് മനസ്സിലാവാത്തെന്ന് എനിക്കറിയില്ല. ബി ജെ പി പാർട്ടിക്കാർക്ക് അതിന് കൊടുക്കാനായിട്ട് എം പിമാരില്ലാഞ്ഞിട്ടാണോ? അതും ട്രിവാൻഡ്രം പോലൊരു സിറ്റിയിൽ. ഇതൊക്കെ ഒരു തക്കിയയുടെ ഭാഗമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നുണ്ടല്ലോ, പാർട്ടിയിൽ തന്നെ വർഗീയമായ പേരുള്ള മുസ്ലിം ലീഗ് അവര് കയറേണ്ട സമയത്ത് കയറേണ്ട വഴിക്ക് ആരുടെ ഷൂ നക്കിയിട്ടായാലും അവർ കയറി പറ്റുന്നുണ്ട്. അത് അവരുടെ കഴിവാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ബി ജെ പിക്കാർക്ക് പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ ഞങ്ങൾക്ക് ഇവിടെ ജയിക്കുകയേ വേണ്ട. നമ്മുടെ നാട്ടിലെ ബി ജെ പിക്കാർക്ക് ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ മാസം തികയേണ്ട പറ്റൊരു കുഞ്ഞായിട്ട് എന്നും ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും ഒരു ഭാഗത്ത് എന്ന് ഇതിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിക്കാർ നേതൃത്വം തന്നെ സമാധാനം പറയട്ടെ. എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് വിയേർഡായിട്ട് ഫീൽ ചെയ്തു. കാരണം വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം കൊടട്ടുടയ്ക്കാന്ന് പറഞ്ഞ പരിപാടിയാണ് ഇത്. ആ പരിപാടി അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പച്ച പിടിച്ച് വരുന്ന സമയത്ത് കടക്കൽ കത്തി വെക്കുന്ന പരിപാടി എന്തിനാ ചെയ്യുന്നത്? അപ്പോ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഒരു സ്ഥലത്ത് അവിടെ കിട്ടാവുന്ന ഇത്രയും വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ ബി ജെ പിക്കാർക്ക് എന്താ കഴിക്കുവോ? ആ സ്ഥാനത്ത് ഇരുന്നാല് അവിടെ മുസ്ലിം ലീഗുകാരൻ കയറിയിരിക്കണം എന്താണ് ഇത്ര വലിയ നിർബന്ധം? അതോ കോൺഗ്രസ്സുകാരനാണോ ഈ ചതി ചെയ്തത്? എന്തിനാണ് ഈ ചെറുച്ചി കാണിച്ചിട്ട് മാത്രി കെട്ടിയെന്നുള്ളത് ഇതിന് സംസ്ഥാനത്തെ ബി ജെ പിക്കാരും പറയണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇതിന് സമാധാനം പറയണം. അത് അവരുടെ കഴിവാണ്. അവരവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് ഏത് വഴിക്കും പോകും, അവരവരുടെ കാര്യങ്ങൾ ഉറപ്പിക്കും. അത് അവരുടെ കഴിവാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതിനെല്ലാം നിന്നു കൊടുക്കുന്ന ഒന്നുകിൽ കേന്ദ്ര സർക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ കേരള ബി ജെ പി ഇതിന് നേതൃത്വം എന്താണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാക്കണം. കഴിവില്ലാത്ത ആൾക്കാർ പാർട്ടിയിൽ ഇല്ലാഞ്ഞിട്ടല്ല. പാർട്ടിയിൽ കഴിവില്ലാത്ത ആൾക്കാർ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ ഈ വറ്റുമാറൽ പ്രക്രിയയുടെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്ന് ഐ ഡോണ്ട് നോ. ഇതെനിക്ക് നാലാളുടെ മുമ്പിൽ പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം നമ്മളെ എല്ലാവർക്കും കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇതൊരു അന്യായമായിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുൻപിൽ പിന്നെ അവതരിപ്പിച്ചത്. നിങ്ങളിൽ അറിയുന്ന അല്ലെങ്കിൽ എന്റെ ലൈവ് കാണുന്ന പാർട്ടിക്കാരോ പ്രവർത്തകരോ ബി ജെ പി പ്രവർത്തകരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊരു എന്താ പറയാ വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.